വയനാട്ടിലെ നരഭോജി കടുവ കൊല്ലപ്പെട്ടു എന്ന അല്ലെങ്കിൽ മരിച്ചു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. അഭിജിത്ത് മുഴക്കും നമുക്കൊപ്പം ചേരുന്നു. അഭിജിത്ത്, വിവരങ്ങൾ. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഈ നരഭോജി കടുവ മരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വാർത്ത. അഭിജിത്ത്, എന്താണ് ലേറ്റസ്റ്റ് ആയി ലഭിക്കുന്ന വിവരം? വാർത്തകൾ സ്ഥിരീകരിക്കാമോ? ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണത്. കുറച്ച് ദിവസങ്ങളായി വയനാട്ടിലെ പഞ്ചാരക്കൊല്ലി പ്രദേശങ്ങളിലെ ആളുകളുടെ ഉറക്കം കെടുത്തിയ, ഒരാളെ കൊലപ്പെടുത്തിയ ഈ കടുവ ചത്തു എന്ന വാർത്ത വരുന്നുണ്ട്. ഈ കടുവ കൊല്ലപ്പെട്ടതാണോ എന്നറിയില്ല. വാർത്തകൾ സ്ഥിരീകരിച്ച് വരുന്നതേയുള്ളൂ. എന്തായാലും ജനങ്ങൾക്ക് ആശ്വാസകരമാകാൻ പോകുന്നൊരു വാർത്തയാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. പഞ്ചാരക്കൊല്ലിയിൽ ഏറ്റവും ഭീകരനായ കടുവ ചത്തു എന്ന വാർത്തയാണ് വരുന്നത്. ദിവസങ്ങളായി പഞ്ചാരക്കൊല്ലിയിലെയും മാനന്തവാടിയിലെയും ഒക്കെ ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കിയ ഈ കടുവയാണ് ചത്തതായിട്ട് ഇപ്പോൾ വാർത്ത വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. ജനങ്ങൾക്ക് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. ഒരു മരണം ഒരുപക്ഷെ ഇത്ര കൂടുതൽ ആളുകൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ സാധ്യതയുള്ളത് പഞ്ചാരക്കൊല്ലിയിലാകും. അത്ര കൂടുതൽ. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, ഈ വാർത്ത നമുക്ക് സ്ഥിരീകരിക്കാമോ? ആദ്യം അത് പറയൂ. നിലവിൽ ഇപ്പോൾ അത് സ്ഥിരീകരിക്കാമെന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുന്നത്. പഞ്ചാരക്കൊല്ലി മേഖലയിൽ കടുവ ചത്ത നിലയിൽ കടുവയെ കണ്ടു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും വനംവകുപ്പിന്റെ CCF അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ സ്ഥിരീകരണം നമുക്ക് നൽകാൻ കഴിയുകയുള്ളൂ. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്നലെ നടന്ന നീക്കങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ കടുവ ചാവുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല. അത് വരുത്തണമെങ്കിൽ അത് വനംവകുപ്പിന് മാത്രമേ കഴിയൂ. വനമേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അവിടെ നിന്നുമുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ആ വിവരങ്ങൾ അനുസരിച്ചാണ് ഇപ്പോൾ കടുവയെ ചത്ത നിലയിൽ കണ്ടു എന്ന് പറയുന്നത്. കഴിഞ്ഞ നാലാം നാൾ രാധയെ കൊലപ്പെടുത്തി 4-ാം നാളാണ് ഈ കടുവ ചാവുന്നത്. എന്തായാലും അത് ചത്ത നിലയിൽ കണ്ടു എന്നുള്ള തരത്തിലുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് വനംവകുപ്പ് അല്പസമയത്തിനകം എത്തും. അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിവരങ്ങൾ വനംവകുപ്പ് തന്നെ നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ചത്ത നിലയിൽ തന്നെ എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുന്നത്. അതാണ് വ്യക്തത വന്നിട്ടുണ്ട്. വനംവകുപ്പിന്റെ വിവരങ്ങൾ വ്യക്തത വന്നിട്ടുണ്ട്. കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നതും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിവരം ഏത് തരത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ് ഇത് ചത്തത് എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാൻ കഴിയും. CCF മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറും എന്നുള്ള നമുക്ക് ഇപ്പോൾ അറിയിക്കാൻ കഴിയുന്നത്. കടുവ ചത്തിരിക്കുന്നു, സ്ഥിരീകരണം വന്നിരിക്കുന്നു, അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. സ്വാഭാവികമായും അതിൽ വ്യക്തത വന്നിരിക്കുന്നു. കടുവ ചത്ത നിലയിൽ കടുവയെ കണ്ടെത്തിയിരിക്കുന്നു. അത് എങ്ങനെയാണ് ഇപ്പോൾ ഫോറസ്റ്റ് ടീമാണ് ഈ വാർത്ത, ഈ കടുവയെ കണ്ടെത്തിയത്. വൈൽഡ് ലൈഫ് വാർഡൻ ഇക്കാര്യം വനമന്ത്രി അറിയിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം വനമന്ത്രി മാധ്യമങ്ങളെ കാണും എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നു. താങ്കൾക്ക് തുടരാം. എന്തായാലും അത് വലിയ ഒരു നടപടി അത് ഉണ്ടായിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഈ കടുവ ചത്തതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്തരത്തിൽ വിശദീകരണം ഉണ്ടാകുമെന്നുള്ളതാണ് കരുതുന്നത്. ഒരുപക്ഷെ വനംവകുപ്പിനെ വെടിവെച്ചു കൊല്ലാം എന്നുള്ള തരത്തിലുള്ള നിലപാട് സർക്കാർ തന്നെ എടുത്തതാണ്. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുമെന്നും ഉള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുള്ളതുമാണ്. ആ സാഹചര്യത്തിൽ ഇനി ഇതിനെ വെടിവെച്ച് കൊന്നതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സ്ഥിരീകരണം ഉണ്ടാകണം. ആ സ്ഥിരീകരണത്തിലേക്ക് അത് വനംവകുപ്പിന് മാത്രമേ അത് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ നാട്ടുകാരെ സംബന്ധിച്ച് അവരുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമുണ്ടാക്കുന്ന നടപടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. കടുവ ചത്തിരിക്കുന്നു. അത് വലിയ ആശ്വാസ വാർത്ത തന്നെയാണ്. ആ ആശ്വാസ വാർത്ത ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം രൂപപ്പെട്ട സാഹചര്യം നമുക്കറിയാം. രാധയെ കടിച്ചു കീറിക്കൊന്ന കടുവയാണ്. ആ കടുവ 4-ാം നാൾ ചത്തിരിക്കുന്നു എന്നുള്ളത് വലിയ ആശ്വാസ വാർത്ത തന്നെയാണ്. ആ ആശ്വാസ വാർത്തയിൽ അതിൽ സ്ഥിരീകരണം ഉണ്ടാകുന്നു. അത് വനമന്ത്രിയെ തന്നെ അറിയിച്ചിരിക്കുന്നു. എന്തായാലും അത് വലിയ ആശ്വാസം ഉണ്ടാക്കുന്നു ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. അതായത് ഇന്ന് കർഫ്യൂ ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ കർശനമായ രീതിയിലുള്ള പരിശോധന എല്ലാം തന്നെ നടക്കുന്ന സാഹചര്യം. കമാൻഡോ സംഘങ്ങളെ ഇറക്കി പരിശോധന നടത്തുന്ന സാഹചര്യം. RRTക്ക് പുറമെയാണ് കമാൻഡോ സംഘങ്ങളെ ഇറക്കിയത്. രാവിലെ തന്നെ ഡോക്ടർ അരുൺ സക്കറിയയും സംഘവും ഈ ദൗത്യം തുടങ്ങിയതാണ്.